ഞാൻ ഇറങ്ങാം. മോനെ അമ്മ വിളിച്ചോണ്ടല്ലേ? അങ്ങനെ പറഞ്ഞാ പോയത്. ഇല്ലെങ്കിൽ ഇന്ദ്രേട്ടന്റെ കൂടെ ഞാനും വരായിരുന്നു. ഇപ്പൊ സോനയുണ്ടല്ലോ ഇവിടെ. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കാം. അമ്മ നേഴ്സറിൽ എത്തില്ലെങ്കിൽ നമുക്ക് പോവാലോ. ഇന്ദ്രേട്ടാ, ദേ അമ്മ വിച്ചുമോനെ കൂട്ടി. എന്നാ പിന്നെ ഞാൻ പോവാന്. ആ വിച്ചൂട്ടാ, അച്ഛൻ പോയിട്ട് വരട്ടെ. ടാറ്റാ. നിനക്കെന്താടാ ഇത്ര തിരക്ക്? അല്ല, നീ ഒരു വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? ആ, ഞാൻ മോനെ വിളിക്കാൻ പോയപ്പോ അവിടെ വെച്ച് അമ്പിളിയെ കണ്ടു. അവളുടെ മോളെയും വിച്ചുമോൻ പഠിക്കുന്ന അതേ നഴ്സറിയിലാ ചേർത്തിരിക്കുന്നേ. അത് എന്നോട് അനു പറഞ്ഞിരുന്നു. ഓ, വിച്ചുവനെ അവിടെയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. യാദൃശ്യമായിട്ട് രണ്ടുപേരും അവിടെ എത്തിയതാ. ഒരു കണക്കിന് അത് നന്നായി. എന്റെ ഇന്ദ്ര, ഇത് യാദൃശ്ചികമായി സംഭവിച്ചൊന്നും അല്ല. ആ ആനന്ദം മാഷും മക്കളെയെല്ലാം ഒരിടത്ത് തന്നെ തളച്ചിടാൻ നോക്കുന്നതിന്റെ ഒരു ഭാഗമാ. ഈ കൂട്ടുകച്ചവടത്തിന് തല വെച്ചു കൊടുക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കൂട്ടുകച്ചവടോ? വിച്ചുവൻ പഠിക്കുന്ന നഴ്സറിയില് ലച്ചുമോളെ ചേർത്തതില് എന്താ എത്ര കൂട്ടുകച്ചവടം? ആ, ഇനി ഞാൻ പറയുന്നതൊന്നും നിന്റെ തലേ കേറില്ലല്ലോ. നിന്റെ ഭാര്യ ആദ്യം തന്നെ പലതും ഓതിത്തന്ന് കാണുമല്ലോ. നീ ഇനി അതേ വിശ്വസിക്കൂ. അതെ, വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ അറിഞ്ഞു. അത് ഏത് കച്ചവടത്തിൽ കൂടി പെടുത്തുമെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നീ വേറെ എന്തൊക്കെയാടി എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തേക്കുന്നേ? തോലയണ മന്ത്രം നടത്തി നീ കുടുംബത്തെ തമ്മി തല്ലിച്ച് പിരിക്കുമല്ലോടി. തലയണ മന്ത്രമൊക്കെ രാത്രി ഒരു മുറിയിൽ ഒരുമിച്ച് കിടക്കുമ്പോഴല്ലേ അമ്മ? ഇന്ദ്രേട്ടൻ അറിഞ്ഞത് ഇന്ന് രാവിലെ. അത് ഇവിടെ നടന്ന കാര്യമല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, അമ്മയുടെ ഇളയ മകൻ അവന്റെ ഏട്ടന് പറഞ്ഞു കൊടുത്തതാ. വാ മോനെ, മോന് വിശക്കുന്നില്ലേ? വല്ലതും കഴിക്കാം. അമ്മേ, അമ്മേ, ആ മനുഷ്യന് വേണമെങ്കിലേ അന്വേഷിച്ച് വന്നവരുടെ മുമ്പിൽ അമ്മയും സോനയും നാറ്റിക്കായിരുന്നു. അയാൾ ഇവിടെ വന്ന് കിടന്നതിനേക്കാൾ വലിയ നാറ്റക്കേസ് ഒന്നും ഇല്ലല്ലോ. ആ നശൂല് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ എല്ലാ ദ്രോഹവും ഞാൻ ചെയ്യും. ആരാ എന്നോട് ചോദിക്കാൻ വരുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. കഷ്ടം. കഴിക്ക്. ആ, ഇനി പിടിച്ചു കഴിച്ചോട്ടോ. എന്റെ സ്ഥാനത്ത് രഘുവേട്ടനായിരുന്നെങ്കിലേ ആ സ്ത്രീയെ കൈവച്ചേനെ. അത്രയ്ക്ക് എണ്ണം കെട്ട ഭർത്താവനല്ലേ അവര് പറഞ്ഞിട്ട് പോയെ. ഞാൻ അവരെ കണ്ട ഒഴിഞ്ഞു മാറി പോവേ ഉള്ളൂ. സംസാരിക്കാൻ നിന്ന നീ പറഞ്ഞ പോലെ ചിലപ്പോ കൈവെക്കേണ്ടി വരും. അവർക്ക് ഈ പഴയ ഭർത്താവ് തിരിച്ചു വന്നതിന്റെ കലിപ്പേ മൊത്തം അച്ഛനോടും അനുപമയോടാ കാണിക്കുന്നെ. ആ സ്ത്രീക്ക് അയാളെ വേണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറ. എന്തിനാ എന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറയുന്നേ? അമ്മാവനാ? അയ്യോ ഈശ്വര, അച്ഛൻ വന്നോ? അച്ഛൻ അവസാനം നമ്മളെ തേടി വന്നല്ലോ രഘുവേട്ടാ. നീങ്ങ വാ മോളെ, വാ, മുത്തച്ഛൻ വന്നു. വാ, എനിക്ക് വാ വാ. അച്ഛൻ രഘുവേട്ടാ, ദേ മുത്തച്ഛൻ വന്നു. നോക്ക്. ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ അമ്മാവന് തോന്നിയല്ലോ. അച്ഛൻ ഞങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും അച്ഛന്റെ കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം.
ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ ശിക്ഷിക്കല്ലേ അച്ഛ. അമ്പിളി മതി. എന്നെ കണ്ട ഉടനെ നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതായിട്ട് ലച്ചുമോൾക്ക് തോന്നുന്നു. അയ്യോ, എന്റെ മോൾ അങ്ങനെയൊന്നും കരുതില്ല അച്ഛാ. മുത്തശ്ശനെ അവക്ക് അത്ര ഇഷ്ട അല്ലേ മോളെ? മുത്തശ്ശൻ എവിടെയായിരുന്നു? മുത്തച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോളെ. ലച്ചുമോളും നേഴ്സറി പോയി തുടങ്ങിയ കാര്യവും ഒക്കെ മുത്തച്ഛൻ അറിഞ്ഞു കേട്ടോ. മിടുക്കിയാണ്. മുത്തച്ഛന്റെ പൊന്നുമോക്ക് ദേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ദാ ഇത് ലച്ചുമോൾക്കുള്ള സ്പെഷ്യൽ ചോക്ലേറ്റ്. ദാ നമുക്കത് തുരുന്ന് കഴിക്കാം. വാ. അച്ഛനോട് പറ ഏതൊക്കെ പാട്ടാ പഠിച്ചത്? ആണോ? ആ കേക്കട്ടെ കേക്കട്ടെ. അത് കൊള്ളാലോ. അച്ഛൻ നമ്മളോട് ക്ഷമിച്ചു കാണും അല്ലേ രഘുവേട്ട? അല്ലെങ്കിൽ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുമോ അമ്പിളി? അച്ഛന്റെ മനസ്സ് നമുക്ക് അനുകൂലമാകാൻ വേണ്ടി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല രഘുവേട്ട. എടി, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ലച്ചുമോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മാവൻ വന്നത്. കണ്ടില്ലേ മുത്തച്ഛനും പേരക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം. എന്നിട്ട് എന്തൊക്കെയാ പഠിച്ചത്? കൊറേ പഠിച്ചു. ആണോ? കഥകളൊക്കെ പഠിച്ചോ? ആ, പഠിച്ചു. നമുക്ക് കളിക്കാം മുത്തശ്ശാ. ഈശ്വര, ശരി ശരി ശരി. ഈ മോൾ ഇത്രയും ദിവസം വിട്ടു നിന്നപ്പോ അച്ഛന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു കാണും അല്ലേ രഘുവേട്ട?